എല്ലായിടത്തെയും എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടാലും ദൈവത്തിൻ്റെ അടുക്കൽ ഒരു പ്രതീക്ഷയുണ്ട്, ദൈവത്തിൻ്റെ അടുക്കൽ ഒരു വഴിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട്. എല്ലാവർക്കും ആ വിശ്വാസം വരത്തില്ല. അങ്ങനെ വിശ്വസിക്കുന്നവർ നിശ്ചയമായും അത്ഭുതം കണ്ടിരിക്കും. ആമേൻ. ദൈവത്തിനൊരു അത്ഭുതം ചെയ്യുവാൻ ദൂരെ നിന്നും വെളിയിൽ നിന്നും വഴി തുറക്കാതെ തന്നെ നിങ്ങളുടെ വീടിനകത്ത് തന്നെ ദൈവത്തിന് അത്ഭുതം ജനിപ്പിക്കാൻ പറ്റുമെന്നാണ് ഇന്ന് ശാലോം സന്ദേശത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. നിങ്ങളുടെ ഭവനത്തിനകത്ത് അത്ഭുതം ചെയ്യാൻ പറ്റും. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി നൽകിയ ആലോചന രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിലെയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഏലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക, നിന്റെ വീട്ടിൽ നിനക്ക് എന്തുള്ളൂ? അവളുടെ മറുപടി, ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് പറയാം. ഒരു ഭരണി എണ്ണയല്ലാതെ എൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല. ആമേൻ. പ്രശസ്ത പ്രവാചകനായിരുന്ന, ഇസ്രായേലിലെ വലിയ പ്രവാചകനായിരുന്ന ഏലീശയുടെ ഒരു ശിഷ്യൻ മരിച്ചു. അദ്ദേഹം വലിയ ഭക്തനായിരുന്നു, മഹാഭക്തനായിരുന്നു. യഹോവ ഭക്തനായ ആ ശിഷ്യൻ മരിച്ചു. ഭക്തനായിരുന്നെങ്കിലും ഭവനത്തിൽ കടഭാരമുണ്ടായിരുന്നു, വലിയ ഞെരുക്കങ്ങളുണ്ടായിരുന്നു. അപ്പം ഞെരുക്കങ്ങളുള്ളപ്പോഴും ഭക്തനായി ജീവിക്കാൻ പറ്റും, കടഭാരമുള്ളപ്പോഴും ഭക്തനായി ജീവിക്കാൻ പറ്റും. കാരണം ഈ സ്ത്രീ പറയുകയാണ്, നിന്റെ ദാസൻ എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു, എന്നിട്ടും കടഭാരം. അപ്പം കടഭാരമുള്ളവനും ഭക്തനായി ജീവിക്കാൻ പറ്റും. പക്ഷേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അനാഥരായി, ബാധ്യതയുള്ളവരായി മാറി. ഒടുവിൽ കടം കൊടുത്തു തീർക്കാനുള്ള മനുഷ്യരെല്ലാം വന്ന് വീട്ടിലുള്ള സകലതും അപഹരിച്ചുകൊണ്ട് പോയി, പിടിച്ചു പറിച്ചുകൊണ്ട് പോയി. ഒടുവിൽ ആ ആൺമക്കളെ 2 പേരെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നപ്പോഴാണ് ഈ സ്ത്രീ പ്രാർത്ഥിക്കാൻ വരുന്നത്. ഏലീശയുടെ അടുക്കിലേക്കാണ് അവൾ ഓടി വരുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്, ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് മനസ്സിലാക്കി നൽകിയത്, എല്ലായിടത്തെയും പ്രതീക്ഷകൾ, ഒരു ലോൺ എടുക്കുന്നതിൻ്റെയും സ്വന്തക്കാരെ സഹായിക്കുന്നതിൻ്റെയും മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പ്രതീക്ഷകളും എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ദൈവത്തിൻ്റെ അടുക്കൽ ഒരു വഴി ഉണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞവളായിരുന്നു. ഭക്തനായി നടന്നിട്ട് ഇതാണല്ലോ ഇനിയിപ്പോൾ അതിനു വേണ്ടി പോകേണ്ടെന്ന് മാത്രം തീരുമാനം എടുക്കുന്ന ഒത്തിരി പേരുണ്ട്. കളിയാക്കുന്നവരും പരിഹസിക്കുന്നവരുണ്ട്. പ്രാർത്ഥിച്ചിട്ടും ഭക്തനായി ജീവിച്ചിട്ടും ദൈവവഴി നടന്നിട്ടും ഇങ്ങനെയൊക്കെയാണെങ്കിൽ അതിനെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നവർ. പക്ഷേ ഈ സ്ത്രീ അങ്ങനെ തിരിച്ചാണ് ചിന്തിച്ചത്. എല്ലായിടത്തും പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴും ദൈവസന്നിധിയിൽ ഒരു വഴിയുണ്ട്, അതിനാണ് അവൾ ഓടി വന്നിരിക്കുന്നത്. അല്ലാതെ ഏലീശ അവളുടെ കടം വിട്ടു എന്നുള്ള പ്രതീക്ഷിച്ചിട്ടല്ല, ദൈവസന്നിധിയിൽ ഒരു വഴിയുണ്ട്. എലീശ അതിന് മറുപടി പറഞ്ഞു, നിന്റെ വീട്ടിൽ എന്തുണ്ട്? നിന്റെ വീടിനകത്ത് എന്തുണ്ട്? ഒരു ഭരണി എണ്ണ, അത് മറച്ചവൾ വെച്ചില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമില്ല. പക്ഷേ ആ ഒരു ഭരണി എണ്ണ കൊണ്ട് എലീശ ഒരു അത്ഭുതം അവിടെ ഉണ്ടാക്കി. വെറും പാത്രങ്ങളെ, കാലിപ്പാത്രങ്ങളെ അത് ചോദിച്ചാൽ കൊടുക്കും, അതിനകത്തൊന്നും ഇട്ട കൊടുക്കത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ വെറും പാത്രമല്ലേ, വെറും പാത്രങ്ങളെ വാങ്ങിക്കുക. നീയും നിന്റെ മക്കളും മുറിക്കകത്ത് കയറി വാതിലടച്ച് പകരുക. അതുപോലെ അനുസരിച്ചു. ദൈവം പറയുന്ന അനുസരിക്കുന്നവരുണ്ട്, വിശ്വാസത്താൽ വാങ്ങിക്കുന്നവർ, വിശ്വാസത്താൽ സ്റ്റെപ്പുകൾ വെക്കുന്നവരുണ്ട്. ഒരു അത്ഭുതമായിരുന്നു അത്. അവളുടെ കടം മാറിയെന്ന് മാത്രമല്ല, അവളുടെ ഉപജീവനത്തിനുള്ള വഴി കൂടെ തുറന്നു കിട്ടി. പാത്രം തീർന്നപ്പോൾ എണ്ണയുടെ വരവും, അല്ലെങ്കിൽ എണ്ണ പകർന്ന എണ്ണ പിന്നെ പകരാനില്ല, നിന്നുപോയി. എത്രമാത്രം വിശ്വാസം വളരുന്നു അത്രമാത്രം അത്ഭുതം കാണാം. ആമേൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പ്രതീക്ഷയുണ്ട്. ഹല്ലേലൂയ. എല്ലായിടത്തെയും വഴികൾ അടഞ്ഞാലും ദൈവത്തിൻ്റെ വഴി അടയില്ല എന്നുള്ള, എല്ലായിടത്തെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടാലും ദൈവത്തിൻ്റെ അടുക്കൽ പ്രതീക്ഷ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 28-ാം വാക്യത്തിൽ രക്തസ്രവക്കാരിയായ സ്ത്രീ ഒരുപാട് ഏറിയ വൈദ്യന്മാരെ ചികിത്സയേറ്റിട്ടും അല്ലെങ്കിൽ ചികിത്സിക്കപ്പെട്ടിട്ടും അവൾക്കൊട്ടും ഭേദം വന്നിട്ടില്ല. 12 വർഷമായ ബ്ലീഡിങ്, രക്തസ്രവം. പക്ഷേ അവൾക്കൊരു പ്രതീക്ഷ, യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടാൽ സൗഖ്യം വരും. ആമേൻ.
ഹല്ലേലൂയ. എല്ലായിടത്തും പ്രതീക്ഷ നഷ്ടമായി. എല്ലാ ഡോക്ടേഴ്സും കൈവിട്ടു. എല്ലാ പ്രതീക്ഷയും നഷ്ടമായപ്പോൾ അവൾക്ക് യേശുവിൽ ഉള്ള പ്രതീക്ഷ നഷ്ടമായില്ല. യേശു ഡോക്ടറൊന്നും അല്ല, ഒരു മരുന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല, വൈദ്യനല്ല. പക്ഷെ യേശു അത്ഭുതം ചെയ്യുന്നവൻ, അവൻ ദൈവമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കണം. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്തെങ്കിലും ഒന്ന് തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടും. മതി. പ്രതീക്ഷ, കർത്താവിനൊരു പ്രതീക്ഷ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കട്ടെ. അവൾ പ്രതീക്ഷിച്ചു, അത് സംഭവിച്ചു. അത്ഭുതം സംഭവിച്ചു. 12 വർഷമായി അവളുടെ കുടുംബത്തെ കാർന്നു നിന്ന ആ മാരക രോഗത്തെയും അവളുടെ നന്മകളെ അപഹരിച്ച ആ പ്രതിസന്ധിയെയും വിശ്വാസത്താൽ അവൾ അതിജീവിച്ചു. ഹല്ലേലൂയ. എല്ലാ ഇടങ്ങളും അടഞ്ഞെന്നും പറഞ്ഞുകൊണ്ട്, എല്ലാ വഴികളും അടഞ്ഞെന്നും പറഞ്ഞുകൊണ്ട്, ഇനി എവിടെ പോയാലും ചികിത്സയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇനി വിടുതലില്ലെന്ന് ചിന്തിക്കേണ്ട. അവൻ ആർക്കും വിടുവിക്കാൻ പറ്റിയില്ലെങ്കിലും വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വാസത്തോടെ അവൻ്റെ അടുക്കൽ വന്നാൽ അവൻ സൗഖ്യം തരും. ഞാൻ ഇന്ന് നിങ്ങൾ കൂടി പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഒരു വാക്യം കൂടെ വായിക്കാം. അത് മർക്കോസിൻ്റെ സുവിശേഷം തന്നെ 10-ാം അധ്യായം 51-52 വാക്യങ്ങളാണ്. യേശു യെരിഹോ വഴി പോകുമ്പോൾ ബർത്തിമായി എന്ന് പറയുന്നൊരു കുരുടൻ നിലവിളിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? ആ മനുഷ്യൻ കുറെ പണം ചോദിച്ചില്ല. പണമല്ല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. പണമല്ല. ചിലരെന്തിക്കുന്നത് പണമില്ലെങ്കിൽ ഒന്നുമില്ല, പണമുണ്ട് എല്ലാം ഉണ്ട്. ഒരിക്കലുമല്ല. അവൻ പണത്തിൻ്റെ വരുമാനത്തിൻ്റെ പിച്ചച്ചട്ടിയും പുതപ്പെല്ലാം എടുത്ത് എറിഞ്ഞു കളഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് കാഴ്ച വേണം, എനിക്ക് സൗഖ്യം വേണം, എനിക്ക് ജീവിക്കണം. ഹല്ലേലൂയ. യേശു അവനെ സൗഖ്യമാക്കി. അവൻ്റെ അടുക്കിലേക്ക് യേശുവിൻ്റെ അടുക്കിലേക്ക് അവനെ കൊണ്ടുവരുമ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? ഞാൻ നിനക്ക് വേണ്ടി, എലീശ ചോദിച്ചതുപോലെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? എനിക്ക് കാഴ്ച വേണം. ഹല്ലേലൂയ. കർത്താവ് ചോദിക്കുമ്പോൾ മനുഷ്യരുടെ മുമ്പിൽ അസാധ്യമെന്ന് തോന്നും. പക്ഷെ ദൈവത്തോട് തുറന്നു പറയാം, അവൻ അത്ഭുതം ചെയ്യും ദൈവം. അവനൊരു അത്ഭുതമുണ്ട്, മനുഷ്യർക്ക് ചെയ്യാൻ പറ്റില്ല. പരിമിതിയില്ലാതെ സഹായിക്കാൻ കഴിയുന്നൊരു ദൈവം. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാൻ പോകും. നിങ്ങൾക്കൊരു സൗഖ്യം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കടഭാരത്തിൽ നിന്നൊരു വിടുതൽ ദൈവം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്ഭുതകരമായൊരു സൗഖ്യം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഒരു അത്ഭുതം ചെയ്യട്ടെ. പ്രിയ കർത്താവേ, ഇപ്പം ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പറക, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? നീ കാഴ്ച തരുന്ന ദൈവം, നീ രോഗം മാറ്റും ദൈവം, നീ കടഭാരം മാറ്റും ദൈവം. ഞങ്ങൾ ഒന്നിച്ച് വിശ്വസിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന മക്കളുടെ കുടുംബത്തിൻ്റെ അകത്ത് കർത്താവേ ഒരു അത്ഭുതം ചെയ്യാൻ പറ്റും. അതിനുള്ള പാത അവിടത്തേക്ക് തുറക്കാൻ പറ്റും. ഞങ്ങളത് വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വീടിനകത്ത് അത്ഭുതം ഉണ്ടാകട്ടെ. കർത്താവേ, ആ മരണം നടക്കുമെന്ന് പറഞ്ഞ വീട്, ആമേ, കുഞ്ഞുങ്ങളെ അപഹരിച്ചുകൊണ്ടെന്ന് പറഞ്ഞ വീട്, നിരാശയുടെ വീട്, നഷ്ടത്തിൻ്റെയും കടഭാരത്തിൻ്റെയും വീടിനെ നന്മയുടെയും സമൃദ്ധിയുടെയും അത്ഭുതത്തിൻ്റെയും ഭവനമാക്കാൻ അങ്ങേക്ക് കഴിയും. ഞങ്ങളത് വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വീട്ടിൽ നന്മ വരട്ടെ. ആ വീടിൻ്റെ അകത്ത് നന്മ കർത്താവേ വളരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നന്മകൾ, അത്ഭുതങ്ങൾ ജനിക്കട്ടെ. അത് സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. വിശ്വസിക്കുക. നിങ്ങളുടെ ഭവനത്തിനകത്ത് കർത്താവ് ഒരു അത്ഭുതം ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ രോഗത്തിൽ കർത്താവ് അത്ഭുതകരമായ രോഗത്തിന് സൗഖ്യം തന്നിരിക്കുകയാണ്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞു. കർത്താവ് അത്ഭുതം ചെയ്യും. ഈ സന്ദേശം കുറേ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.